എന്തുട്ട് ലിജി കുഞ്ഞു പിള്ളേരെ പോലെ കാണിക്കണേ? പറ്റണ പണിക്ക് പോയാ പോരെ? എല്ലാം പറ്റിയാ? എന്താ ലിച്ചി ചിരിക്കണേ? ഒന്നുമില്ല. ലിച്ചി ചിരിക്കാണ്ട് കാര്യം പറയും. ചുമ്മാ ആളെ കളിയാക്കാണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയോ? എന്ത് സത്യം? സത്യം പറയോ? നീ ആ സഖീനെ സ്നേഹിച്ചത് അവളെയും കിട്ടി ജർമ്മനിക്ക് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയല്ലടാ? അങ്ങനെ ചോദിച്ചാ ആദ്യം അങ്ങനെയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ സംഭവം സീരിയസ് ആയി. അല്ല അതൊക്കെ എന്തിനാ ഇവിടെ പറയണേ? ആ കേസ് വിട്. അല്ല നീ ജർമ്മനി മാത്രമേ നോക്കുള്ളൂ? ഏയ് അങ്ങനെയൊന്നുമില്ല. നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഓക്കെ ആണെങ്കിൽ ചൈന, റഷ്യ, ജപ്പാന എന്ത് കുന്ത വേണമെങ്കിലും നോക്കാം. അല്ല സാറ്, ദുബായ് പോലത്തുള്ള അവികസിത രാജ്യങ്ങൾ നോക്കാവോ? ദുബായാ? ആലോചിക്കാം. നോറികള്. ഞാൻ നിനക്കൊരു കല്യാണ കേസ് ആലോചിക്കട്ടെ? സീരിയസ് ആയിട്ടാണ്? അതേടാ. ഏതാ ടീം? ലിച്ചിയുടെ കൂടെ വർക്കണ വല്ല ആൾക്കാരാണ്? എനിക്കറിയുന്ന ടീമാ. ഈ സഖിയുടെ കാര്യം കഴിഞ്ഞപ്പോ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റി ആലോചിക്കാറില്ല. ഇപ്പൊ കാര്യങ്ങളൊക്കെ ഏതാണ്ട് സ്മൂത്ത് ആയിട്ടാണ് പോകുന്നുണ്ട്. നാളെ ഇനി എന്താവുന്ന എനിക്കറിയാൻ പാടില്ല. കേസിന്റെ കാര്യങ്ങൾക്കൊക്കെ തീരുമാനമായി കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ നിന്നാണ് പോകണം. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. അത് നമ്മുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ആ ടീം ഓക്കെ ആണെങ്കിൽ ആലോചിക്കാം. നിനക്ക് കല്യാണം കഴിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? സമയത്രയായി? 2:30. ലിച്ചിയോട് വന്നേ. നാളെ രാവിലെ പോകാനുള്ളതല്ലേ? വേഗം നടന്നേ. ആ പെണ്ണിന്റെ ഫോട്ടോയില് മൊബൈൽ കിടക്കണ്ട. നീ ധൃതി വെക്കല്ലേടാ, അതൊക്കെ ഞാൻ തരാം. ലിച്ചി മോളിൽ പോയി കിടന്നാട്ടാ, അവിടെ മേഴ്സിയുണ്ട്. അപ്പൊ ശരി എന്നാ വാലടച്ചേക്ക്, ഞാൻ പോട്ടെ. എടാ ഈ ലൈറ്റിന്റെ സ്വിച്ച് കാണുന്നില്ലല്ലോ. നോക്കട്ടെ. ആരാ ലിച്ചി? ഞാനാടി. ചേട്ടൻ എന്താ ഇവിടെ ഒന്ന് പരിങ്ങണ? ഞാൻ ആ ലൈറ്റിന്റെ സ്വിച്ച് ഓഫ് ചെയ്യാണ്. കാലത്ത് 2 മണി കണ്ടായി. ചേട്ടാ രാവിലെ മുല്ലപ്പൂന്റെ കാര്യം മറക്കണ്ട. ഇപ്പൊ നിനക്ക് മനസ്സിലായ പെണ്ണേതാണെന്ന്? നന്നായിട്ട് ആലോചിച്ചിട്ട് പറഞ്ഞാ മതിട്ടാ. ഇളിക്കാണ്ട് പോയി കിടന്ന് ഇറങ്ങടാ. दो नैना परिंदे भर गए उड़ान.